9ാം ദിവസം കന്യാസ്ത്രീകൾക്ക് ജാമ്യം എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. നന്ദൻ പറയൂ. ലഭ്യമാകുന്നത് അത് തന്നെയാണ്. കന്യാസ്ത്രീകൾക്ക് കോടതി ജാമ്യം ഗൗതം അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കോടതിയിൽ നിന്നും ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം ഇപ്പോൾ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത് 9 ദിവസം ജയിൽവാസത്തിന് ശേഷമാണ് അവർക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും അമിത്ഷായും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മതപരിവർത്തനം എന്നുള്ള നിലപാടിൽ ഒരു തരത്തിലും അയവ് വരുത്തേണ്ടതില്ല. അതേസമയം തന്നെ ഈ ഒരു വിഷയത്തിൽ കന്യാസ്ത്രീകൾ നിരപരാധികളാണ് എന്നുള്ള നിലപാടാണ് BJPയുടെ സംസ്ഥാന ഘടകം ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യക്കടത്തോ അല്ലെങ്കിൽ മതപരിവർത്തനോ ആകില്ല ഈ ഒരു വിഷയത്തിൽ എന്നുള്ളതാണ് പ്രധാനമായും കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയോട് അമിത്ഷാ സൂചിപ്പിച്ചത് എന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രോസിക്യൂഷൻ കാര്യമായ എതിർപ്പുകൾ നൽകാതിരുന്നതും ഒപ്പം തന്നെ ഇന്നിപ്പോൾ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നതും. കഴിഞ്ഞ 9 ദിവസമായി ഇടതു വലത് മുന്നണികൾ നടത്തുന്ന രാഷ്ട്രീയ നാടകങ്ങൾക്ക് ഒരു അന്ത്യം കൂടിയായിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ ജാമ്യം ലഭിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഈ ജയിലിന് മുന്നിൽ നിൽക്കുന്ന MP-മാർ പ്രധാനമായും അവർ ആവശ്യപ്പെടുന്നത് ജാമ്യം ലഭിക്കുക മാത്രമല്ല, അല്ലെങ്കിൽ ജാമ്യം നൽകുക മാത്രമല്ല, ഈ കേസ് തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കണം, അതുവരെ പോരാട്ടം തുടരുമെന്നുള്ളതാണ്. നേരത്തെ തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അത് തന്നെയായിരുന്നു സൂചിപ്പിച്ചിരുന്നത്. ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കുക മാത്രമല്ല, ഇവരെ കേസിൽ നിന്നും പൂർണ്ണമായും മുക്തമാക്കുന്നതിനുള്ള നടപടികളിലേക്ക് BJP കടക്കും, അല്ലെങ്കിൽ BJPയുടെ സംസ്ഥാന ഘടകം അതിന് നേതൃത്വം നൽകും എന്നുള്ളതായിരുന്നു BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സൂചിപ്പിച്ചിരുന്നത്. ഇപ്പോൾ അതേ ആവശ്യമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെയും അതേപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെയും MP-മാരും നേതാക്കന്മാരും മുന്നോട്ട് വെക്കുന്നത്. അതേസമയം നമുക്കറിയാം, തൃശ്ശൂരിൽ 2022 സമാനമായ സംഭവം ഉണ്ടായപ്പോൾ അന്ന് അവിടെ 2 കന്യാസ്ത്രീകൾ അവിടെ അറസ്റ്റിലായപ്പോൾ സമാനമായ ആരോപണമായിരുന്നു കന്യാസ്ത്രീകൾക്ക് നേരെ ഉണ്ടായിരുന്നത്. മനുഷ്യക്കടത്തായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് പിണറായി പോലീസ് ആയിരുന്നു കേസെടുത്തിരുന്നത്. പിന്നീട് 2.5 വർഷം നീണ്ടുനിന്ന കോടതി നടപടിക്രമങ്ങൾക്ക് ശേഷമാണ് അവർക്ക് പൂർണ്ണമായും കേസിൽ നിന്നും മുക്തമാകാൻ സാധിച്ചത്. സ്വാഭാവികമായും ഇവിടെ NIA കോടതിയിലാണ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത്. അതുകൊണ്ട് തന്നെ NIA കോടതിയിൽ ഈ കേസ് അവസാനിപ്പിക്കണമെങ്കിൽ അതിന് സ്വാഭാവികമായ ഒരു നടപടിക്രമങ്ങളുണ്ട്. വാദമുഖങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു. എന്താണ് പ്രോസിക്യൂഷന്റെ നിലപാടെന്ന് അറിയേണ്ടിയിരിക്കുന്നു. എന്താണ് പ്രതിഭാഗം മുന്നോട്ട് വെക്കുന്ന വാദമുഖങ്ങൾ എന്ന് കോടതിക്ക് അറിയേണ്ടിയിരിക്കുന്നു. ഇതിനുശേഷം മാത്രമാണ് കേസ് അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ കേസ് നന്ദൻ, ഞാൻ നന്ദനിലേക്ക് വരാം. ഇപ്പോൾ ഈ കന്യാസ്ത്രീയിൽ വന്ദന ഫ്രാൻസിസിന്റെ സഹോദരൻ ഇപ്പോൾ സംസാരിക്കുകയാണ് തത്സമയം. ആശങ്ക നിറഞ്ഞ ആയിരുന്നു ഈ മണിക്കൂർ വരെ. പിന്നെ ഇന്നലെ പ്രോസിക്യൂഷൻ കാര്യമായിട്ട് എതിർത്തില്ലെന്ന് കേട്ടപ്പോൾ തൊട്ട് ഒരു ചെറിയ നേരിയ ആശ്വാസം എനിക്കുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഏതായാലും വളരെ സന്തോഷം. ഞാൻ പ്രതീക്ഷിച്ചു. എന്നാന്ന് ചോദിച്ചാൽ ഇന്നലെ ഇത് പ്രോസിക്യൂഷൻ കാര്യമായിട്ട് എതിർത്തില്ലെന്ന് ഇത് കേട്ടു. പിന്നെ നമ്മുടെ ഓരോ വിശ്വാസമല്ലേ, ജാമ്യം അത് കേന്ദ്രത്തിൽ നിന്ന് അവരുടെ ഇടപെടലുണ്ടായപ്പം കിട്ടും എന്ന് തന്നെ ഒരു വിശ്വാസം നമുക്കുണ്ടായി. അത് പറയാൻ പറ്റിയല്ല. ഞങ്ങൾക്ക് അതിപ്പോൾ ഉണക്ക് പെണ്ണുങ്ങളൊക്കെ കരച്ചിലായിരുന്നു. നമ്മളൊക്കെ അടക്കി പിടിച്ച് പോയി. അതെ, എല്ലാവരും പിന്തുണച്ചു. കേരളത്തിലെ ഒരു ചെറിയ പാർട്ടി ഉണ്ടെങ്കിൽ അവർ വരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും അവരിവിടെ വരികയും അവർ വരെ വരികയും ആത്മാർത്ഥമായി സഹകരണം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അതതെ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ അവർ മനസ്സിൽ പോലും ഓർക്കാത്ത കാര്യം. നമ്മൾ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം ബിലാസ്പൂരിലെ NIA കോർട്ടിൽ ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ സാധാരണ നിലയിലെടുക്കുന്ന കടുത്ത നിലപാടുകൾ കോടതിയിൽ കൈക്കൊണ്ടിരുന്നില്ല. മറിച്ച് ഈ 2 കന്യാസ്ത്രീകൾക്കും വന്ദന ഫ്രാൻസിസിനും അതോടൊപ്പം തന്നെ പ്രീതി മേരിക്കും ജാമ്യം ലഭിക്കാവുന്ന രീതിയിൽ ആ രീതിയിലുള്ള ഒരു നിലപാടാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് കോടതിയിലുണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിലല്ലേ ഇപ്പോഴീ 2 കന്യാസ്ത്രീകൾക്കും NIA കോടതി ജാമ്യം അനുവദിച്ചത്? നന്ദൻ,
തീർച്ചയായിട്ടും ഇപ്പോൾ കന്യാസ്ത്രീയുടെ സഹോദരൻ പ്രതികരിച്ചത് ഈ ജാമ്യാപേക്ഷ അല്ലെങ്കിൽ ജാമ്യം ലഭിച്ചതിലുള്ള സന്തോഷമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇതിനൊക്കെ ഉപരി ഗൗതം സൂചിപ്പിച്ച പോലെ തന്നെ പ്രോസിക്യൂഷൻ ഈ ഒരു വിഷയത്തിൽ ഒരു മൃദു സമീപനം സ്വീകരിച്ചത് തന്നെയാണ് ഇപ്പോൾ ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കാൻ ഇടയാക്കിയത്. അല്ലാത്ത പക്ഷം ഏറ്റവും കുറഞ്ഞത് 14 ദിവസമെങ്കിലും റിമാൻഡ് കാലാവധി കഴിയാതെ ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കില്ല എന്നുള്ളതാണ് നിയമവിദഗ്ധരും മറ്റും ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല സർക്കാർ ചുമത്തുന്ന അല്ലെങ്കിൽ പോലീസ് ചുമത്തുന്ന മറ്റ് വകുപ്പുകൾ, ആ വകുപ്പുകളുടെ പ്രാധാന്യം അനുസരിച്ച് ഈ 14 എന്നുള്ളത് കൂടുതൽ ദിവസത്തേക്ക് നീളുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഇത്തരത്തിൽ നിർബന്ധിത പരിവർത്തനത്തിന് വളരെ കർശനമായ ശിക്ഷാ നടപടികളാണ് ഛത്തീസ്ഗഡ് സർക്കാർ അല്ലെങ്കിൽ ഛത്തീസ്ഗഡിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ദിവസങ്ങൾ അവർ ജയിൽവാസം അനുഭവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ BJPയുടെ സംസ്ഥാന ഘടകം ഇടപെട്ടതാണ് ഈ കന്യാസ്ത്രീകൾക്ക് ഏറെ ആശ്വാസകരമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലെങ്കിൽ BJPയുടെ സംസ്ഥാന ഘടകമാണ് ഇപ്പോൾ ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കുവാൻ വേണ്ടി മുന്നിട്ട് നിന്നതും അല്ലെങ്കിൽ അത്തരത്തിലൊരു സമ്മർദ്ദ തന്ത്രം BJPയുടെ സംസ്ഥാന ഘടകം സ്വീകരിച്ചതിന്റെ ഒരു ഫലമാണ് ഇപ്പോൾ ഈ കന്യാസ്ത്രീകൾക്ക് 9 ദിവസം കഴിഞ്ഞപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറിച്ചുള്ള രാഷ്ട്രീയ നാടകങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ ആരോപണങ്ങൾ അത് വെറും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് മാത്രമാണ് എന്നുള്ളതാണ് ഈ രാഷ്ട്രീയ വിദഗ്ധരും മറ്റും ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസും അല്ലെങ്കിൽ CPM-ഉം സ്വീകരിച്ച നിലപാടിൽ ലെവലേശം ആത്മാർത്ഥതയില്ല എന്നുള്ളത് ഈ ഛത്തീസ്ഗഡിൽ 2021 നടന്നതും അതേപോലെ തന്നെ കേരളത്തിലെ തൃശ്ശൂരിൽ 2022 നടന്ന സംഭവങ്ങളും കൂട്ടി വായിക്കുമ്പോൾ വ്യക്തമാകും. ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് ഭരിക്കുമ്പോഴായിരുന്നു അന്ന് 2021 ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തകരെ ജയിലറയ്ക്കുള്ളിൽ അടച്ചത്. അന്നും മതപരിവർത്തനവും അതേപോലെ തന്നെ മനുഷ്യക്കടത്തുമായിരുന്നു അവർക്കെതിരെ ആരോപിച്ചിരുന്നത്. കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. മതപരിവർത്തനം, മനുഷ്യക്കടത്ത് തുടങ്ങിയ കുറ്റാരോപണങ്ങൾ ഉയർന്നിട്ടും അതിശക്തമായ നിയമ നടപടിയിലേക്ക് പോകേണ്ട സാഹചര്യം ഈ 2 വകുപ്പുകളിൽ ഉണ്ടായിട്ടും കേരളത്തിൽ നിന്നുള്ള BJP നേതൃത്വത്തിൻ്റെയും മറ്റും സുപ്രധാന ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 2 കന്യാസ്ത്രീകൾക്ക് 9ാം നാൾ NIA കോടതിയിൽ നിന്ന് ജാമ്യം ലഭ്യമായത്. കന്യാസ്ത്രീകൾ അറസ്റ്റിലായി എന്ന വാർത്ത ലഭ്യമായ ഉടൻ തന്നെ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ഛത്തീസ്ഗഡിലെ റായ്പൂരിലേക്ക് എത്തുകയും അവിടെ മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷം പിന്നീട് സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് പോയി. ഇന്നിപ്പോൾ ഈ കോടതി വിധി വരുന്നതിന് തൊട്ട് മുൻപ് റായ്പൂരിലേക്ക് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും പറന്നിറങ്ങിയിരുന്നു. ഇതാ അതിന് പിന്നാലെ ഈ 2 കന്യാസ്ത്രീകൾക്കും ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ജിഷ്ണു കൃഷ്ണനും ഇപ്പോൾ തത്സമയം ചേരുകയാണ്. ജിഷ്ണു, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ ഈ കോടതിയിൽ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ അതികഠിനമായ നിലപാടുകൾ എടുക്കാതെ മൃദു സമീപനം സ്വീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണല്ലോ ഈ 2 കന്യാസ്ത്രീകൾക്ക് ഇപ്പോൾ ജാമ്യം ലഭ്യമായത്. ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടത് BJP സംസ്ഥാന ഘടകം എടുത്തിട്ടുള്ള നിലപാടല്ലേ ജിഷ്ണു? പ്രത്യേകിച്ച് ഈ അറസ്റ്റ് വരുന്ന ഘട്ടത്തിൽ തന്നെ അനൂപ് ആന്റണി അദ്ദേഹം നേരിട്ട് അവിടേക്ക് എത്തുകയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതാ നോക്കൂ, ഇന്നിപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ നേരിട്ട് ഛത്തീസ്ഗഡിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എത്രത്തോളം കരുതൽ ഈ ഒരു വിഷയത്തിൽ ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി കേരളത്തിലെ BJP ഘടകം കൈക്കൊണ്ടു ജിഷ്ണു? ഗൗതം, തീർച്ചയായും കൃത്യമായിട്ടുള്ള ഇടപെടൽ, ഏത് രീതിയിൽ ഈ വിഷയത്തിൽ ഇടപെടണം, ബഹളം വയ്ക്കാതെ കൃത്യമായിട്ട് ഏത് രീതിയിൽ ഇടപെട്ടാൽ കന്യാസ്ത്രീകളുടെ മോചനം സാധ്യമാകുമെന്ന് പരിശോധിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ഇടപെടൽ കേരളത്തിൽ നിന്നുള്ള BJP നേതാക്കളുടെ ഭാഗത്തുനിന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിലെത്തി പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ടിരുന്നു. ഒപ്പം ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയും വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജും റായ്പൂരിലെത്തിക്കൊണ്ട് അവിടെ മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി ഉൾപ്പെടെയുള്ളവരെ കണ്ടുകൊണ്ട് ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇവരെ ബോധ്യപ്പെടുത്താനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ നിലപാട് മയപ്പെടുത്തുന്നതിനും സാധിച്ചു എന്നുള്ളത് തന്നെയാണ് വസ്തുത. കാരണം അതല്ലെങ്കിൽ യാതൊരു കാരണവശാലും നമുക്ക് എടുത്തു പറയാൻ സാധിക്കും, നിയമവിദഗ്ധരുമായി സംസാരിച്ചതിൽ നിന്ന് യാതൊരു കാരണവശാലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്ത് ആ വിഷയത്തിൽ അയവ് വരികയും പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് നിലപാട് മയപ്പെടുത്തുകയും ചെയ്യാതെ അല്ലാതെ കന്യാസ്ത്രീകൾക്ക് നിലവിലെ സാഹചര്യത്തിൽ ജാമ്യം കിട്ടാനുള്ള യാതൊരു സാഹചര്യവും ഉണ്ടാകില്ല എന്നുള്ളത് വളരെ കൃത്യമാണ്.
തന്നെയാണ്. കാരണം അത്രയധികം ഗൗരവമുള്ള കുറ്റങ്ങളാണ് സിസ്റ്റർമാരായിട്ടുള്ള വന്ദനയ്ക്കും പ്രീതിക്കുമെതിരെ പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഛത്തീസ്ഗഡിലെ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിന്മേൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ള ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അതിൽ നിർബന്ധിത മതപരിവർത്തനത്തിന്റെ ഫാക്ടർ ഉൾപ്പെടുന്നില്ല എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുകയും ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ഉറപ്പാക്കണം എന്നുള്ള നിലപാടുകളിലേക്ക് കേരളത്തിലെ BJP ആ വിഷയം വളരെ കൃത്യമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മുന്നിലേക്ക് എത്തിക്കുകയും കഴിഞ്ഞ ദിവസം NIA കോടതിയിൽ ജാമ്യവുമായി ബന്ധപ്പെട്ട ജിഷ്ണു, ഞാൻ ജിഷ്ണുവിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ RV ബാബു തത്സമയം ചേരുകയാണ്. ശ്രീ RV ബാബു, അങ്ങ് ശ്രദ്ധിച്ചു കാണുമല്ലോ, ഇപ്പോൾ NIA കോടതി ഈ 2 കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകിയിരിക്കുകയാണ്. അങ്ങ് എങ്ങനെയാണ് ഈ കോടതി വിധിയെ നോക്കിക്കാണുന്നത്? നമുക്ക് എല്ലാവരും ആഗ്രഹിച്ചായിരിക്കും. കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. ഈ ജാമ്യം കിട്ടാനായിട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വളരെ വലിയ തോതിൽ സഹായകരമായ നിലപാടെടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം പ്രോസിക്യൂഷൻ ഈ കേസ് ശക്തമായ രീതിയിൽ സമ്മർദ്ദം ചെലുത്തി പ്രതികളെ കസ്റ്റഡിയിലെടുക്കുക എന്നുള്ള രീതിയിലേക്കുള്ള വാദം ഉണ്ടായില്ല. അത് പ്രതികൾക്ക് ജാമ്യം കിട്ടാൻ സഹായിച്ചു. ഫർദർ അന്വേഷണം എന്നുള്ളതിനെ നിലയ്ക്കുള്ള കാര്യങ്ങളിലേക്ക് പോയി വേണം എന്ന ആവശ്യം പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് ശക്തമായി ഉന്നയിച്ചില്ല. ഒരു റൊട്ടീൻ ജാമ്യത്തിന് എതിരായിട്ട് റൊട്ടീനായിട്ടുള്ള ഒരു വാദം നടത്തിയതിനപ്പുറത്തേക്ക് ശക്തമായിട്ടുള്ള രീതിയിൽ ഈ വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു വാദം നടന്നിട്ടില്ല. അപ്പോ അത് ജാമ്യം കിട്ടാൻ സഹായകരമായി എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ഇതൊരു കീഴ്വഴക്കമാകുന്നത് ശരിയായ ഒരു നിലപാടാണോ എന്നതിനെ കുറിച്ച് എനിക്ക് സംശയമുണ്ട്. കാരണം ഈ വിഷയത്തിൽ വളരെ ഗൗരവമായിട്ടുള്ള ഒരു കേസ്, ആ കേസിൽ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഉള്ള കേസ്, അത് NIA ഷെഡ്യൂളിൽ വരുന്നൊരു വകുപ്പ്, അതിൽ വളരെ വലിയ തോതിൽ ഈ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ സമ്മർദ്ദം ചെലുത്തിയിട്ട് ഒരു കേസിൽ വേണ്ട രീതിയിൽ നടക്കാതെ പോയി എന്നുള്ളത് അത് ശരിയായ രീതിയാണോ എന്നുള്ളത് വേറെ കാര്യം. ഏതായാലും കന്യാസ്ത്രീകൾ പുറത്തിറങ്ങി എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. ഈ കേസിന്റെ മെറിറ്റിലേക്ക് നോക്കുമ്പോൾ ശരിയായ രീതിയാണോ കീഴ്വഴക്കമാണോ എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിനോട് യോജിക്കുന്ന ഒരാളല്ല.